ഹായ് എവരി വൺ, എന്തുകൊണ്ട് എല്ലാവർക്കും വിശേഷം? ഇന്നുണ്ടല്ലോ കുറച്ച് കുക്കിങ്ങിൻ്റെ മൂഡിലാണ്. എന്നാണെന്നറിയാമോ, പുറത്ത് നല്ല സൂപ്പർ തണുപ്പും മഴ ഒന്ന് മാറി നിൽക്കുന്ന സമയമാണ്, പക്ഷേ നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ എന്നെ ചെയ്തെന്ന് വെച്ചാൽ പെർഗോളയിൽ നമ്മുടെ ഹീറ്ററൊക്കെ വെച്ചിട്ട് മാർക്കറ്റിൽ പോയി കുറച്ച് മീനും ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. നാളെ സൺഡേ അല്ലേ. സാധാരണ എല്ലാവർക്കും ഒരു ഡേ ഓഫ് വൈകുന്നേരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മൂവി കണ്ടുകൊണ്ടിരിക്കും. ഞാൻ മൂവിയുടെ വലിയ ഫാനല്ല, ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നത്, നിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എന്നാ നമുക്ക് ഇന്നത്തെ ഐറ്റം നോക്കാം. കുറച്ച് ബീഫ് മേടിച്ചിട്ടോ. ഈ ബീഫിനെ ഞാൻ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ ഈ ഇറച്ചിയും കായയും ഭയങ്കര കോമ്പോ. കൂർക്ക ഇറച്ചിയും കായയും. അപ്പോൾ ഞാൻ കുറച്ച് കായ കിട്ടി. നാട്ടിലെ നേന്ത്രയുടെ അത്രയും പറ്റത്തില്ല, പക്ഷെ ഓൾമോസ്റ്റ് സിമിലറായിട്ട് വരും. അപ്പോൾ ഞാൻ ഇതിനെ നമ്മളുടെ ബീഫിനെ അങ്ങോട്ട് നൊലത്തണം നാളത്തേക്ക്. അപ്പോൾ പള്ളി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പം ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ വെച്ചാൽ ഞായറാഴ്ച പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പം ഉള്ളൊരു സംഭവമാണ് വൈകുന്നേരം ആകുമ്പം കപ്പ ഇറച്ചി. അപ്പോൾ അതിന് കുറച്ച് എല്ല് മേടിച്ചിട്ടുണ്ട്, ബീഫിൻ്റെ സ്പെയർ റിബ്സ്, കപ്പ ഇരിപ്പുണ്ട്. ഇതിന് ശേഷം ഇവനെ നമ്മൾ വേവിച്ച് മാറ്റി വയ്ക്കും. നാളെ പള്ളി കഴിഞ്ഞ് വന്നിട്ടുള്ള ഡ്യൂട്ടിയാണ് വൈകുന്നേരത്തെ ചായക്ക് കപ്പയും കൂടെ വേവിച്ച് ഇതിനെ ടുഗെദർ ആക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറച്ച് മീനാണ്. നമ്മളുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഡേ ഓഫ് ഇട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇത് നമ്മളുടെ സ്പാനിഷ് മാക്രലാണ്. പിന്നെ ഇത് കട്ട് ചെയ്ത് ഞാൻ അവരോട് ശരിക്കും നടുക്കി ഒന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ നല്ല ബോണിന് ഭയങ്കര കട്ടി അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ഇതിനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്താക്കും. ഇത് നമ്മളുടെ ബാരാമുണ്ടിയാണ്. ഫ്രഷ് മീനായിരുന്നു കേട്ടോ ഇത്തവണ മാർക്കറ്റിൽ. നമ്മളുടെ സാമൻ എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ള മീനാണ്. പിന്നെ ഇത് നമ്മളുടെ കിങ് ഫിഷാണ്. അപ്പോൾ ഞാൻ ഈ മീനെല്ലാം കഴുകി കണ്ടെയ്നറിനകത്താക്കി ഫ്രീസറിനകത്ത് വയ്ക്കും. ഇവിടെ സാധാരണ എല്ലാവരും ഒക്കെ ചെയ്യണം അങ്ങനെയാണ്. അപ്പോൾ ഒരു 2-3 ആഴ്ചത്തേക്കുള്ള കറിക്കുള്ളതാവും. നമ്മൾ തലേ ദിവസം എടുത്ത് നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വയ്ക്കും, പിന്നെ എടുത്ത് കുക്ക് ചെയ്യും. ഡയറ്റൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യും കേട്ടോ. പക്ഷേ മലയാളീനെ സംബന്ധിച്ചിടത്തോളം കപ്പ ഇറച്ചിയും കൂർക്ക ഇറച്ചിയും കായ ഇറച്ചിയും ഇച്ചിരി മീനും ചോറും ഒക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ മലയാളത്തെ അങ്ങ് പൂർത്തിയാവില്ലല്ലോ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം മസാലയൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞ് കുക്ക് ചെയ്യാൻ നേരത്തിന് നിങ്ങളെയൊക്കെ വിളിക്കാം കേട്ടോ. പിന്നെ കഴിക്കാൻ നേരത്തും കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് കാണാവേ. സാധനം ഉണ്ടല്ലോ, ഇത് ഞാനുണ്ടാക്കിയതാണ്. ഇൻഡോർ വയ്ക്കാനായിട്ട് ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഭയങ്കര പാഷനാണ് ഗാർഡനിങ്ങിനോട്, ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു തെറാപ്യൂട്ടിക് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളുടെ ചെറിയ അലോവേറയാണ്. ഞാനിതിനെ നടുന്ന സമയത്തുണ്ടല്ലോ വളരെ ചെറുതാണ്, നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴായിരുന്നു കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് ഒരു ബട്ടർഫ്ലൈനെയൊക്കെ വെച്ച് കൊടുത്തു. ചുമ്മാ ഒരു നേരം പോക്കൊന്നല്ല കേട്ടോ, ഇഷ്ടമായിട്ടാണ്. അപ്പം നമുക്കിങ്ങനെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വെച്ച് ചെയ്യാവേ. നിങ്ങളെ ബാക്കിൽ കാണുന്ന ആ 2 പെയിൻറ്റിങ് കണ്ടോ? ഇവിടെ കുട്ടികളുടെ അപ്പ വരച്ചതാണ്. പുള്ളിക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നതിനോടൊക്കെ ഒരു ടാലൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് അതെടുത്ത് അവിടെ വെച്ചു. നമ്മളുടെ ഓൾമോസ്റ്റ് ഈ ഒരു ആംബിയൻസിനോട് സ്യൂട്ട് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ ഇപ്പോൾ എൻ്റെ കായ ഓൾമോസ്റ്റ് അരിഞ്ഞ് ഇതാവണം കേട്ടോ. അപ്പം ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇത് അരിഞ്ഞ് വെള്ളത്തിലിടും കുറച്ച്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കായ്ക്കകത്ത് ഒരു കറയുണ്ടെന്നാണ് പറയുന്നതല്ല കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. അപ്പോൾ നമ്മളിത് അരിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ ആ ഒരു കഴുകിയൊക്കെ വാരിയിട്ട് വേണം നമ്മളിത് വേവിക്കാനായിട്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നിങ്ങളാരും ചെയ്യുക, കാരണം നമ്മളുടെ നാട്ടിൽ ഓരോ സൈഡിലേക്കും ഓരോരോ രീതിയിലല്ലേ ടേസ്റ്റൊക്കെ. ഇപ്പോൾ മീനൊക്കെ ആണെങ്കിൽ ഞങ്ങളവിടെ മാങ്ങയും മീനും വയ്ക്കും. ഈ കായ മീനിട്ട് വെക്കും കേട്ടോ. നാട്ടിൽ അമ്മയൊക്കെ ഉള്ളപ്പം മീനൊക്കെ ഇട്ട് കൊടപ്പുളിയും തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കുന്ന ഒരു കറിയുണ്ട്, അങ്ങനെ വെക്കും. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, ചിലയിടത്ത് ഞങ്ങളുടെ അങ്ങോട്ട് തേങ്ങ അരച്ചുള്ള മീൻകറി കുറവാണ്, പക്ഷെ വേറെ പലയിടത്തും തേങ്ങ അരച്ച് മീൻകറി വയ്ക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കൂടിയിട്ട് കുക്കിംഗ് അങ്ങ് അടിച്ച് പൊളിക്കാം. അപ്പം ഞാൻ ഇതിനൊക്കെ ഒന്ന് കഴുകി ഒന്ന് വേവിക്കാൻ റെഡി ആക്കട്ടെ കേട്ടോ, എന്നിട്ട് വരാം. അപ്പം ഓക്കെ, ബൈ എന്നാ.
കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആവിയൊക്കെ പറഞ്ഞു തുടങ്ങി. എങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ വിളിക്കാന്ന്. എന്താ നമ്മളുടെ ബീഫൊക്കെ നല്ല ടെൻഡറാണ്. എന്നിട്ട് കായയും കൂടി എടുത്തു നോക്കട്ടെ കേട്ടോ. സൂപ്പർ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പെരുമ്പാവൂർ കുറുപ്പമ്പടി ഭാഗത്തേക്കുള്ളവരുടെയാണ് കായ ഇറച്ചിയും വെച്ചിട്ടുള്ളൊരു പിടുത്തം. പിന്നെ ഞങ്ങൾ അവിടെ ഉരുള ഉരുട്ട് ഈ സാധനം വെച്ചിട്ട് അങ്ങനെ ചെറിയ ഉരുളകളായിട്ടിട്ട് ഉരുട്ടി നല്ല മീൻ വെച്ചതിനകത്തൊക്കെ ചാറിലൊക്കെ മുക്കിയിട്ട് കഴിക്കും.